നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയിലെ 14 ചാപ്റ്ററുകളിലെയും പ്രധാനപ്പെട്ട ആശയങ്ങളും അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളും അവയുടെ ആൻസറുകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 2 നിയമങ്ങളാണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും. ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് എന്ന് ചോദിക്കും. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താണ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താണെന്ന് ചോദിക്കും. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചതാരെന്ന് ചോദിക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചതാരെന്ന് ചോദിക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടണും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചത് ആരുമാണ്? ജോസഫ് എൽ പ്രൗസ്റ്റ് അല്ലെങ്കിൽ ജെ എൽ പ്രൗസ്റ്റും ആണ്. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെയിം കോമ്പൗണ്ട് ആണെങ്കിൽ അതിലുള്ള എലമെന്റുകളെല്ലാം സെയിം ആയിരിക്കും, അവയുടെ മാസുകളുടെ റേഷ്യോ ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും എന്നാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് വിച്ച് ആർ കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. ഇതെല്ലാം നമ്മൾ ആൾറെഡി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ കാണാത്തവരെ ക്ലാസ്സുകൾ കാണുക, അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത് സെയിം കോമ്പൗണ്ട് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സെയിം എലമെന്റുകൾ കൊണ്ടാണ്. അത് മാത്രമല്ല അവർ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫിക്സഡ് മാസിന്റെ റേഷ്യോയിലായിരിക്കും. ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. വാട്ടറിന് നമുക്ക് പല മെത്തേഡ് വഴി ഉണ്ടാക്കാം. മീഥൈന്റെ കമ്പഷൻ വഴി വാട്ടർ ഉണ്ടാക്കാം, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാക്കാം, ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ വഴി വാട്ടർ ഉണ്ടാക്കാം. വാട്ടറിനെ ഏത് മെത്തേഡ് വഴി ഉണ്ടാക്കിയാലും വാട്ടറിനുള്ളിലുള്ള എലമെന്റുകൾ ഹൈഡ്രജനും ഓക്സിജനുമാണ്. എപ്പോഴും വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും H2O എന്ന് പറയുന്ന ഫോർമുലയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഹൈഡ്രജനും ഓക്സിജനും 2:16 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 1:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ water can be formed by different methods, but the ratio of masses of hydrogen and oxygen within the water remain the same. ഇനി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറ്റി പറയുകയാണെങ്കിൽ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് എന്താണ്? 2 ഡിഫറെന്റ് എലമെന്റുകൾ, ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ 2 ഡിഫറെന്റ് എലമെന്റുകളാണ്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. വാട്ടറിൽ 2 ഹൈഡ്രജന്റെ മാസ് 2 ആണ്, 1 ഓക്സിജന്റെ മാസ് 16 ആണ്. H2O2 2 ഹൈഡ്രജന്റെ മാസ് 2 ആണ്, 2 ഓക്സിജന്റെ മാസ് 32 ആണ്. നിങ്ങൾ നോക്കിയ ഈ 2 കോമ്പൗണ്ടുകളിലും ഹൈഡ്രജന്റെ മാസ് ഫിക്സഡ് ആണ്, ഓക്സിജന്റെ മാസ് ആണ് വേരി ചെയ്യുന്നത്. ആ ഡിഫറന്റ് മാസ് ഉള്ളവയുടെ അളവുകൾ എപ്പോഴും ഒരു റേഷ്യോയിലായിരിക്കും എന്നാണ് ഈ നിയമം പറയുന്നത്. 16ഉം 32ഉം അവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 16:32 അല്ലെങ്കിൽ 1:2 എന്ന് പറയാം. അതായത് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന 2 എലമെന്റുകൾ ചേർന്ന് 2 വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ അവിടെ ഡിഫറന്റ് മാസ് ഉള്ള ഒരാളുടെ മാസുകൾ എപ്പോഴും ഒരു പർട്ടിക്കുലർ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഇവിടെ ഡിഫറന്റ് മാസ് ഉള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ആദ്യത്തെ മാസ് 16ഉം രണ്ടാമത്തെ മാസ് 32ഉമാണ്. അവ തമ്മിലുള്ള റേഷ്യോ 1:2 ആയിരിക്കും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. സോ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷന്റെ സ്റ്റേറ്റ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചതാരെന്ന് ചോദിക്കാം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചതാരെന്ന് ചോദിക്കാം. അത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ അവിടെ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനാണ്. മോളിക്കുലാർ മാസ്, ഇപ്പോൾ ഒരു മോളിക്യൂൾ തന്നിട്ട് അതിന്റെ മോളിക്കുലാർ മാസ് 1 മാർക്കിനൊക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇങ്ങനെയാണ്, കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലാർ മാസ് എത്ര? അല്ലെങ്കിൽ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എത്ര? കാൽഷ്യത്തിന്റെ മാസ് അറ്റോമിക് മാസ് 40, കാർബണിന്റെ അറ്റോമിക് മാസ് 12, 1 ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്, 3 ഓക്സിജന്റെ അറ്റോമിക് മാസ് 48. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ അറ്റോമിക മാസുകളുടെ തുകയാണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് എന്ന് പറയുന്നത് അതിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. H2O എന്ന് പറയുമ്പോൾ അതിലുള്ള മോളിക്യൂളിന്റെ അല്ലെങ്കിൽ H2O മോളിക്യൂൾസിന്റെ മോളിക്കുലാർ മാസ് എത്ര എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജന്റെ മാസ് 1 യൂണിറ്റ് ആണ്, 2 ഹൈഡ്രജന്റെ മാസ് ആകുമ്പോൾ 2 യൂണിറ്റ് പ്ലസ് 1 ഓക്സിജന്റെ മാസ് 16 യൂണിറ്റ്. സോ 2 + 16 എത്ര കിട്ടും? 18 യൂണിറ്റ് എന്ന് കിട്ടും. സോ ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ അറ്റോമിക മാസിന്റെ സം ആണ് എന്തെന്ന് പറയുന്നത് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്
ഗ്രാം മോളിക്കുലർ മാസ് എഴുതാനായിരിക്കും GMM. അപ്പോൾ എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അതാണ് ഗ്രാം മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കാൾഡ് ഗ്രാം മോളിക്കുലർ മാസ്. 100 ആണ് കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലർ മാസ്. അപ്പോൾ 100 ഗ്രാം ആയിരിക്കും കാൽഷ്യം കാർബണേറ്റിന്റെ ഗ്രാം മോളിക്കുലർ മാസ്. വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 യൂണിറ്റ് ആണ്. ഗ്രാം മോളിക്കുലർ മാസ് 18 ഗ്രാം ആയിരിക്കും. അപ്പോൾ എന്താണ് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ, അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്താണ് മോളിക്കുലർ മാസ്, എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്, മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പറയുന്നതിനാണ് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്യൂൾ തന്നിട്ട് അതിന്റെ ഗ്രാം മോളിക്കുലർ മാസോ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സ്ഥിരമായി ചോദിക്കുന്നതാണ്, നമുക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ. അടുത്ത ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോൾ കൺസെപ്റ്റിൽ നിന്നാണ്. മോൾ കൺസെപ്റ്റിൽ നിന്ന് നമ്പർ ഓഫ് മോള്, നമ്പർ ഓഫ് ആറ്റം, നമ്പർ ഓഫ് മോളിക്യൂള് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോ സെഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഗിവൺ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ്, അല്ലെങ്കിൽ ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ ഗിവൺ മാസ് ബൈ വോളിയം ഇൻ ലിറ്റർ ബൈ 22.4 liter, number of particle by Avogadro number, number of particle by Avogadro number. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നിങ്ങളുടെ കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് ആറ്റം ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. എന്താണ് അറ്റോമിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? അറ്റോമിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. ഇപ്പൊ N2 അതിൽ 2 നൈട്രജൻ ആറ്റം ഉള്ളതുകൊണ്ട് അറ്റോമിസിറ്റി 2. H2O അറ്റോമിസിറ്റി 3 ആണ്, കാരണം 2 ഹൈഡ്രജനും 1 ഓക്സിജനും അതിനകത്തുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റോമിസിറ്റി 3 ആണ്, കാരണം ഒരു കാർബണും 2 ഓക്സിജൻ ഉണ്ട്, അറ്റോമിസിറ്റി 3 ആണ്. NO2 അറ്റോമിസിറ്റി 3 ആണ്, ഒരു നൈട്രജനും 2 ഓക്സിജനും ഉണ്ട്. HNO3 അറ്റോമിസിറ്റി 1, 1, 3. അപ്പോൾ ടോട്ടൽ എത്ര? 5 ആണ്. ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റങ്ങളുടെ ആകെ എണ്ണത്തിനെയാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? അറ്റോമിസിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ ഗ്രാം അറ്റോമിക് മാസ്? അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അതിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആറ്റത്തിന്റെ മാസ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ എടുക്കണം. മോളിക്യൂളിന്റെ മാസ് എന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ എടുക്കണം. വോളിയം ഇൻ ലിറ്റർ തന്നിട്ട് അല്ലെങ്കിൽ ലിറ്ററിലുള്ള വോളിയം തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ എടുക്കണം. പാർട്ടിക്കിളുകളുടെ എണ്ണം തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ എടുക്കണം. ഓക്കെ. നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പൊ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 44.8 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള മോളിക്യൂളുകളുടെ ആറ്റങ്ങളുടെ എണ്ണം പറയാം. 44.8 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള മോളിക്യൂളുകളുടെ എണ്ണം എത്ര, ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എത്രയേ ഉള്ളൂ? 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡില് നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ വോളിയം ആണ് തന്നിരിക്കുന്നത്. വോളിയം തന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും? വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. തന്നിരിക്കുന്ന വോളിയം എത്രയാണ്? 44.8 ലിറ്റർ. അപ്പൊ 44.8 ഡിവൈഡ് ബൈ 22.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മോൾ എന്നുണ്ട്. 2 മോൾ. അപ്പോ 2 മോൾ ആണ് ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമ്പർ ഓഫ് മോൾസ് കിട്ടിയ നമ്പർ ഓഫ് മോളിക്യൂൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് മോളിക്യൂൾ അങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ സംഖ്യ. നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ സംഖ്യ Na, അവഗാഡ്രോ സംഖ്യ. നമ്പർ ഓഫ് മോൾ എത്ര? 2. 2 ഇൻറ്റു അവഗാഡ്രോ സംഖ്യ 6.022 ഇൻറ്റു 10⁻23. ഇത്രയും മോളിക്യൂൾ. ഇനി നമ്പർ ഓഫ് ആറ്റം ആണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിലോ? നമ്പർ ഓഫ് ആറ്റം ആണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിൽ നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ സംഖ്യ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. നമ്പർ ഓഫ് മോൾ 2. 2 ഇൻറ്റു അവഗാഡ്രോ സംഖ്യ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു അറ്റോമിസിറ്റി എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് 1 കാർബൺ 2 ഓക്സിജൻ ആണുള്ളത്. സോ ടോട്ടൽ 3 ആറ്റം ഉണ്ട്. 3 ആറ്റം ആണുള്ളതെങ്കിൽ ഇൻറ്റു 3 എടുക്കുമ്പോൾ നമുക്ക്
2 into 3 എന്ന് പറയുന്നത് 6 ആണ്. 6 into 6.022 into 10⁻23 അത്രയും മോളിക്യൂൾസ് എന്ന് കിട്ടും. ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇതിനുള്ളിലുള്ള ഈ 44.8 ലിറ്റർ കാർബൺ ഡയോക്സൈഡിലുള്ള ഓക്സിജന്റെ മാത്രം ആറ്റങ്ങളുടെ എണ്ണം ചോദിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ആറ്റം എടുത്തിട്ട്, ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്തിട്ട് അതിന്റെ മാത്രം ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആ ആറ്റത്തിന്റെ അറ്റോമിസിറ്റി മാത്രം എടുത്താൽ മതി. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൽ ഓക്സിജന്റെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജന്റെ അറ്റോമിസിറ്റി മാത്രമായിട്ടുള്ള 2 എന്നതുകൊണ്ട് മാത്രം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പറഞ്ഞു മനസ്സിലായല്ലോ? നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ആ മോളിക്കുള്ളിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ കൊടുത്താൽ മതി. പക്ഷേ ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ വയസ്സാണ് ചോദിക്കുന്നതെങ്കിൽ ആ ആറ്റത്തിന്റെ എണ്ണം മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഹൈലി എക്സ്പെക്റ്റഡ് ആണ്. വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് പഠിച്ചോളുക. ഇനി പ്രോബ്ലംസ് ചോദിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഒന്നും അവർ ചോദിക്കത്തില്ല. ക്വസ്റ്റ്യൻസ് സിമ്പിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഫോംഡ് ബൈ ദ കമ്പഷൻ ഓഫ് 8 gram ഓഫ് മീഥൈൻ. 8 gram മീഥൈൻ കത്തുമ്പോഴുള്ള ഓക്സിജന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 gram മീഥൈൻ കത്തുമ്പോഴുള്ള ഓക്സിജന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീഥൈനിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാകുന്ന ഇക്വേഷൻ നമ്മൾ എഴുതണം. മീഥൈനിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാകുന്ന ഇക്വേഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. CH4 + 2O2 gives calculate the amount of CO2 formed എന്നാണ് കേട്ടോ. CH4 + 2O2 gives CO2 + 2H2. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്. നമുക്ക് പിന്നീട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. CH4 + 2O2 gives CO2 + 2H2 എന്ന് പറയുന്ന ഇക്വേഷൻ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫോംഡ് ബൈ ദ കമ്പഷൻ ഓഫ് 8 gram ഓഫ് മീഥൈൻ എന്നാണ്. 8 gram മീഥൈൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ CH4 + 2O2 gives CO2 + 2H2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി. തന്നിരിക്കുന്ന ഡാറ്റ എന്താണോ അതിന് താഴെയായിട്ട് എഴുതുക. ഇപ്പോൾ 8 gram മീഥൈൻ എന്നല്ലേ പറഞ്ഞത്. 8 gram മീഥൈൻ എന്ന് പറഞ്ഞാൽ മീഥൈന് താഴെ എത്ര ഗ്രാം എന്ന് എഴുതുക? 8 gram എന്ന് എഴുതുക. പറഞ്ഞു മനസ്സിലായല്ലോ? 8 gram മീഥൈൻ എന്ന് പറഞ്ഞാൽ മീഥൈന്റെ താഴെ എത്ര ഗ്രാം എന്ന് എഴുതുക? 8 gram എന്ന് എഴുതുക. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്നാണ്. കാർബൺ ഡയോക്സൈഡിന് താഴെ എമൗണ്ട് അറിയാത്തത് കൊണ്ട് X എന്ന് കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രോബ്ലംസ് നമ്മൾ വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി കാണാം. അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു 5 ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. CH4ന്റെ താഴെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ മീഥൈന്റെ അളവാണ്. അപ്പൊ മീഥൈന്റെ താഴെ കൊടുക്കുക 8 gram എന്ന് കൊടുക്കുക. കണ്ടുപിടിക്കാനുള്ളതിന്റെ താഴെ എന്തെന്ന് കൊടുക്കുക? X എന്ന് കൊടുക്കുക. അപ്പൊ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് താഴെ എന്തെന്ന് കൊടുക്കുക? X എന്ന് കൊടുക്കുക. ഇനി എമൗണ്ട് അല്ലെങ്കിൽ മാസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ഗ്രാം എന്നതിന് യൂണിറ്റ് കൊടുക്കണം. നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ MOL എന്നതിന് യൂണിറ്റ് കൊടുക്കണം. വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ലിറ്റർ എന്ന് നിങ്ങൾ അവിടെ യൂണിറ്റ് കൊടുക്കണം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് X എന്ന് കൊടുത്തു. എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് എന്ത് കൊടുത്തു? ഗ്രാം എന്ന് കൂടെ കൊടുത്തു. ഈ ഗ്രാം അതേപോലെ മുകളിലേക്ക് എഴുതുന്നു, ഈ ഗ്രാം അതേപോലെ മുകളിലേക്ക് എഴുതുന്നു. ഇവിടെ എഴുതുന്ന വാല്യൂ ഇക്വേഷൻ എന്നാണ് കിട്ടുന്നത്. CH4 ഒരു കാർബണിന്റെ മാസ് 12, 4 ഹൈഡ്രജന്റെ മാസ് 4. സോ 12 + 4 എത്രയാണ്? 16 gram. ഈ ഗ്രാമിനുള്ള വാല്യൂ അതേപോലെ നമ്മൾ മുകളിലോട്ട് എഴുതി. ഇവിടെ എന്ത് യൂണിറ്റ് എഴുതുന്നു അത് അതേപോലെ മുകളിലോട്ട് എഴുതണം. ഇവിടെ എഴുതുന്ന വാല്യൂ ഇക്വേഷൻ എന്നാ കിട്ടുന്നത്? ഒരു കാർബൺ ഡയോക്സൈഡ് ആണുള്ളത്. ഒരു കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ ഒരു കാർബണും 2 ഓക്സിജൻ. ഒരു കാർബണിന്റെ മാസ് 12, 2 ഓക്സിജന്റെ മാസ് 32. സോ ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 44 gram എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 16 × X = 44 × 8. അതിൽ നിന്ന് X = 44 × 8/16. 8ഉം 16 2 തവണ 44/2 എന്ന് പറയുന്നത് 22 gram. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് അളവ് എത്രയാണ്? 22
ഗ്രാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ചെയ്യാം. കാൽക്കുലേറ്റ് ദ number of moles of water produced by the combustion of 64 gram of methane. 64 gram മീഥെയിൻ കത്തുമ്പോൾ വാട്ടർ ഉണ്ടാവുന്നുണ്ട്. ആ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആദ്യമേ നമ്മൾ എഴുതി തയ്യാറാക്കുക. അപ്പൊ മീഥെയിന്റെ ഫോർമുല നമുക്കറിയാലോ, CH4. അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ CH4 plus 2O2 gives CO2 plus 2H2O എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ആദ്യമേ അങ്ങ് എഴുതി വെച്ചു. എന്നിട്ട് എന്താണ് തന്നിരിക്കുന്ന വാല്യൂ അതാതിന് താഴെയായിട്ട് എഴുതുക. ഒരു 64 ഗ്രാം മീഥെയിൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ മീഥെയിന്റെ താഴെ 64 ഗ്രാം എന്ന് കൊടുത്തു. കണ്ടുപിടിക്കാനുള്ളതിന് എക്സ് എന്ന് കൊടുക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് വാട്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വാട്ടറിന് താഴെ എക്സ് എന്ന് കൊടുത്തു. നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ എക്സ് മോൾ. നമ്മൾ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ചുള്ള യൂണിറ്റ് വേണം കൊടുക്കാൻ. അപ്പൊ മാസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഗ്രാം എന്ന് യൂണിറ്റ് കൊടുക്കണം. നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മോൾ എന്ന് യൂണിറ്റ് കൊടുക്കണം. വോളിയം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ലിറ്റർ എന്ന് യൂണിറ്റ് കൊടുക്കണം. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. സോ നമ്മൾ മോൾ എന്ന് എഴുതി. ഈ ഗ്രാം അതേപോലെ മുകളിലേക്ക് എഴുതുന്നു, ഈ മോളും അതേപോലെ മുകളിലേക്ക് എഴുതുന്നു. സോ ഇവിടെ എഴുതുന്ന വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇക്വേഷൻ നിന്നാണ് കിട്ടുന്നത്. ഒരു CH4 കാർബണിന്റെ മാസ് 12, 4 ഹൈഡ്രജൻ മാസ് 4. സോ 12 + 4 എത്രയാണ്? 16 ഗ്രാം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എഴുതേണ്ട എന്താണ്? മോളുകളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് എഴുതാൻ പറഞ്ഞാൽ ഇക്വേഷൻ നിങ്ങൾ നോക്കുക, ഇക്വേഷനിലെ സൈഡിലത്തെ നമ്പർ നോക്കുക. ഇക്വേഷനിലെ സൈഡിലത്തെ നമ്പർ എത്രയാണ്? 2H2O എന്നാണ്. സോ 2 ആണ് അവിടെ സൈഡിലുള്ള നമ്പർ. ആ നമ്പർ ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷനിൽ, ഒരു ബാലൻസ്ഡ് ഇക്വേഷനിൽ സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുത്താണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 16 × x = 2 × 64. അതിൽ നിന്ന് x = 2 × 64/16. 16 64 ക്യാൻസൽ ചെയ്യാൻ 4 ടൈംസ് 4 × 2 8. അപ്പോൾ 8 മോൾ. എന്തുകൊണ്ടാണ് ഞാൻ മോൾ എന്ന് കൊടുത്തത്? കാരണം ഇവിടെ എക്സിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് എക്സിന്റെ യൂണിറ്റ് മോൾ എന്നാണ് കൊടുത്തത്. സോ അവസാനം നമ്മൾ എഴുതുമ്പോഴും എന്ത് തന്നെ കൊടുക്കണം? മോൾ എന്ന് തന്നെ കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക. എന്താണ് ഇവിടെ? ലെറ്റ് എക്സ് ബി ദ amount of let x be the number of moles of water. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റും കൂടി, ഒരു സ്റ്റേറ്റ്മെന്റും കൂടി നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് എന്താണ് എന്നും കൂടി നമ്മൾ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എഴുതുകയും വേണം. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ = എത്ര? 8 മോൾ. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യേണ്ടത്? അപ്രോച്ച് ചെയ്യേണ്ടത്. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റ് the volume of water vapor produced by the combustion of 8 gram of methane. 8 ഗ്രാം മീഥെയിൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന വാട്ടർ വേപ്പറിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം എത്ര എന്നാണ്, വ്യാപ്തം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ ഇക്വേഷൻ പഴയ ഇക്വേഷൻ തന്നെയാണ്. എന്താണ്? CH4 + 2O2 gives CO2 + 2H2O എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ നോക്കണം എന്താണ്, ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്. 8 ഗ്രാം മീഥെയിൻ. അപ്പൊ മീഥെയിന്റെ താഴെ 8 ഗ്രാം. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ടറിന്റെ വോളിയം. അപ്പൊ വാട്ടറിന്റെ താഴെ എക്സ് എന്ന് കൊടുക്കുന്നു. വോളിയം ആയതുകൊണ്ട് ലിറ്റർ, എക്സ് ലിറ്റർ എന്ന് കൊടുക്കും. ഈ ഗ്രാം അതേപോലെ മുകളിലേക്ക് എഴുതുന്നു, ഈ ലിറ്ററും അതേപോലെ മുകളിലേക്ക് എഴുതുന്നു. ഗ്രാമിലുള്ള മാസ് എഴുതുന്നു. ഗ്രാമിലുള്ള മാസ്, ഒരു കാർബണും 4 ഹൈഡ്രജനും. ഒരു കാർബണും 4 ഹൈഡ്രജന്റെ ആകെ മാസ് എത്ര? ഒരു കാർബണിന്റെ 4 ഹൈഡ്രജന്റെ ആകെ മാസ്, ഗ്രാമിലുള്ള മാസ്. ഒരു കാർബണിന്റെ മാസ് 12, 4 ഹൈഡ്രജൻ മാസ് 4. സോ 12 + 4 എത്രയാണ്? 16 ഗ്രാം. ലിറ്റർ ആണ് എഴുതേണ്ടത്, വോളിയം ആണ് എഴുതേണ്ടത്. ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് എഴുതേണ്ടത്. ലിറ്റർ എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ലിറ്ററിലുള്ള വോളിയം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ഇവിടുത്തെ സൈഡിലത്തെ നമ്പർ ഇല്ലേ, ഇക്വേഷനിലെ സൈഡിലത്തെ നമ്പറിനെ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ. അതായത് ഇവിടെ 2 ആണുള്ളത്. സോ 2 × 20.4 എന്ന് എഴുതുക. അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 16 × x = 2 × 22.4 × 8 എന്ന് പറയാം. അതിൽ നിന്ന് x = 2 × 22.4 × 8/16
16 എന്ന് കിട്ടും. കാരണം ഇവിടെ 16 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 16 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. 8ഉം 16ഉം 2 തവണ, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്ര കിട്ടും? 22.4 യൂണിറ്റ് എന്താണ്? എക്സ് ആണ് കണ്ടുപിടിച്ചത്. എക്സിന്റെ യൂണിറ്റ് എന്താണ്? ലിറ്റർ. സോ 22.4 ലിറ്റർ എന്ന് കൊടുക്കാം. സോ വളരെ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ 16 ഗ്രാമിന് 2 × 24 വേണമെങ്കിൽ, അല്ലെങ്കിൽ 44.8 ലിറ്റർ വേണമെങ്കിൽ അതിന്റെ പകുതി ആണ് 8 ഗ്രാം. അപ്പോൾ ഇതിന്റെയും പകുതി മതി ഇവിടെ നോക്കും. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണം. നിങ്ങൾ എക്സിറ്റ് ചെയ്താൽ മതി. എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എന്തെന്ന് പറയുന്നത് ബെറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണല്ലോ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് വലിയ കടുപ്പിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. പക്ഷെ ആലോചിച്ച് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുക. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്? ഒരു റിയാക്ഷനിൽ ആദ്യം പ്രവർത്തിച്ച് തീരുന്ന റിയാക്ടന്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ദ റിയാക്ടന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഫസ്റ്റ് ഇൻ ദ റിയാക്ഷൻ ഈസ് കാൾഡ് ലിമിറ്റിംഗ് റിയേജന്റ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം പ്രവർത്തിച്ച് തീരുന്ന ആളിനെയാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ലിമിറ്റിംഗ് റിയേജന്റ് നമ്മൾ പറയുന്ന സമയത്ത് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ റിയാക്ടന്റും ഒരുമിച്ച് തീരുവാണെങ്കിലോ, എല്ലാ റിയാക്ടന്റും ഒരുമിച്ച് അങ്ങ് പ്രവർത്തിച്ച് തീരുവാണ്. അപ്പൊ അവിടെ റിയാക്ടന്റ് ഒന്നും ബാക്കിയില്ല. റിയാക്ടന്റ് ഒന്നും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? ലിമിറ്റിംഗ് റിയേജന്റ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ എടുക്കാം. CH4 + 2O2 gives CO2 + 2H2. ഇതില് 16 ഗ്രാം മീഥൈനും ഒരു 70 ഗ്രാം ഓക്സിജനും എടുക്കുന്നു. സോ 16 ഗ്രാം മീഥൈനും 70 ഗ്രാം ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യിപ്പിച്ച് കാർബൺ ഡയോക്സൈഡ് വാട്ടറും ആക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷനിലെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? 16 gram of methane react with 70 gram of oxygen to give carbon dioxide. Then the question is, which is the limiting reagent here, or which substance will remain at last? അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് അവസാനം ബാക്കി വരും, എത്ര ബാക്കി വരും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബേസിക് ആയിട്ട് ഇതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. എന്താണ്? CH4. ഈ ഇക്വേഷനില് മാസുകൾ നിങ്ങൾ നോക്കുക. ഒരു കാർബണിന്റെ മാസ് 12, 4 ഹൈഡ്രജൻ മാസ് 4, സോ ടോട്ടൽ മാസ് 16 ഗ്രാം. ഇക്വേഷനിലുള്ള മാസുകൾ എഴുതാം. ഇവിടെ 2 ഓട്ടോ ഉണ്ട് അല്ലേ? 2 ഓട്ടോ എന്ന് പറയുമ്പോൾ 4, 2 × 2 4 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ മാസ് 16 ആണ്. 4 ഓക്സിജൻ ആകുമ്പോൾ 16 × 4 64 ഗ്രാം. സോ 64 ഗ്രാം. അപ്പൊ മീഥൈന്റെ 16 ഗ്രാം ഓക്സിജന്റെ 64 ഗ്രാമുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം മീഥൈൻ 16 ഗ്രാം എടുത്താൽ ഓക്സിജൻ എത്ര ഗ്രാം മതി? 64 ഗ്രാം മതി. മീഥൈൻ 16 ഗ്രാം പൂർണ്ണമായി റിയാക്ട് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ അളവാണ് എത്രയെന്ന് പറയുന്നത്? 64 ഗ്രാം. ക്ലിയർ അല്ലേ? മീഥൈന് പൂർണ്ണമായി റിയാക്ട് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ അളവാണ് എത്രയെന്ന് പറയുന്നത്? 64 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോഴ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 16 ഗ്രാമും 70 ഗ്രാം ഓക്സിജനുമാണ്. സോ 16ന് എത്ര മതി? 64 ഗ്രാം മതി, 70 വേണ്ട. അപ്പോൾ ബാക്കി എത്ര വരും? 6 ഗ്രാം ബാക്കി വരും. ആര് ബാക്കി വരും? ഓക്സിജൻ ബാക്കി വരും. ആരാദ്യം തീരും? മീഥൈൻ ആദ്യം തീരും. സോ മീഥൈൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്താണ്? മീഥൈൻ ആണ്. ഇപ്പോൾ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തീരുന്ന ആള് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ബാക്കി വരുന്ന ആളിന്റെ അളവ് കണ്ടുപിടിക്കാനും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മീഥൈനും ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ മീഥൈന്റെ 16 ഗ്രാമും ഓക്സിജന്റെ 64 ഗ്രാമുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. 70 ഗ്രാം എടുത്താലും ബാക്കി 6 ഗ്രാം ഓക്സിജൻ അവസാനം അവിടെ ബാക്കിയായിട്ട് അവശേഷിക്കും. സോ ആദ്യം തീരുന്നത് മീഥൈൻ ആയതുകൊണ്ട് മീഥൈൻ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് കിടക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്നുള്ള ഒരു വിശദമായിട്ടുള്ള ക്ലാസ് തന്നെ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 നമ്പറുകളാണ്. ഈ 4 നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിന്റെ അഡ്രസ്സിനെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. സോ 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് യൂസ്ഡ് ടു ഡിഫൈൻ ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ നിർവചിക്കാൻ ആവശ്യമായ 4 നമ്പറുകളെയാണ് ക്വാണ്ടം നമ്പറുകൾ എന്ന് വിളിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ N, L, M, S.
പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, spin quantum number. So quantum numbers are the set of 4 numbers which are used to represent the address of an electron. ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് ആയി സൂചിപ്പിക്കുന്ന 4 നമ്പറുകളാണ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. N, L, M, S ആണ് ഇവിടെ വരുന്നത്. N എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഷെല്ലുകളെ റെപ്രസെന്റ് ചെയ്യുന്നു. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നതാണ് N. ഇനി ഏത് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നതാണ് L. ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇലക്ട്രോണിന്റെ സ്പിന്നിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതായത് ഇലക്ട്രോൺ ഫസ്റ്റ് ഷെല്ലിലാണെങ്കിൽ എന്നിന്റെ വാല്യൂ 1, രണ്ടാമത്തെ ഷെല്ലിലാണെങ്കിൽ എന്നിന്റെ വാല്യൂ 2, മൂന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ എന്നിന്റെ വാല്യൂ 3. സോ ഫസ്റ്റ് ഷെല്ലായ കെ ഷെല്ലിന്റെ എന്നിന്റെ വാല്യൂ 1 ആണ്. സെക്കൻഡ് ഷെല്ലായ എൽ ഷെല്ലിന്റെ എന്നിന്റെ വാല്യൂ 2 ആണ്. തേർഡ് ഷെല്ലായ എം എന്ന് പറയുന്ന ഷെല്ലിന്റെ എന്നിന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾ ഇരിക്കുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ എൻ വിലകളായിരിക്കും. എൻ വാല്യൂ 1 ആവുമ്പോൾ കെ ഷെൽ, എൻ വാല്യൂ 2 ആവുമ്പോൾ എൽ ഷെൽ, എൻ വാല്യൂ 3 ആവുമ്പോൾ എം ഷെൽ, ഇങ്ങനെ പറഞ്ഞു പോകാനായിട്ട് സാധിക്കും. സോ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് ഷെല്ലിലാണ്, ഏത് മെയിൻ ഷെല്ലിലാണ് എന്ന് പറഞ്ഞിരുന്ന ക്വാണ്ടം നമ്പർ ആണ് എന്ന് പറയുന്നത് എൻ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ എൽ വാല്യൂ, ഏത് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരും. എല്ലിന്റെ വിലകൾ 0, 1, 2, 3 എന്നിവയാണ് വരുന്നത്. 0 ആണ് എല്ലിന് വരുന്നതെങ്കിൽ അത് എസ് സബ്ഷെല്ലിനെയും, 1 ആണ് എല്ലിന്റെ വാല്യൂ വരുന്നതെങ്കിൽ അത് പി സബ്ഷെല്ലിനെയും, 2 ആണ് എല്ലിന്റെ വാല്യൂ വരുന്നതെങ്കിൽ അത് ഡി സബ്ഷെല്ലിനെയും, 3 ആണ് എൽ വാല്യൂ വരുന്നതെങ്കിൽ അത് എഫ് സബ്ഷെല്ലിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്ന ക്വാണ്ടം നമ്പർ ആണ് എന്ന് പറയുന്നത് ഈ എൽ എന്ന് പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. എല്ലിന്റെ വാല്യൂ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. 0 വരികയാണെങ്കിൽ എസ് സബ്ഷെൽ, 1 വരാണെങ്കിൽ പി സബ്ഷെൽ, 2 വരാണെങ്കിൽ ഡി, 3 വരാണെങ്കിൽ എഫ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാലോ, നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണ്. സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഏറ്റവും നടുക്ക് ഒറിജിനില് കേന്ദ്ര ഭാഗത്ത് ന്യൂക്ലിയസ് ഇരിക്കുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമല്ലേ ഇലക്ട്രോൺ കറങ്ങുന്നത്. ഇലക്ട്രോൺ കറങ്ങുന്നത് എക്സ് ഡയറക്ഷനിലാണോ, അല്ലെങ്കിൽ എക്സ് വൈക്ക് ഇസഡിന് ഇടയിൽ കൂടെയാണോ, അല്ലെങ്കിൽ വൈ ആക്സിസിൽ കൂടിയാണോ, ഏത് ആക്സിസിൽ കൂടിയാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്, അല്ലെങ്കിൽ ഏത് ആക്സിസിലാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു വരുന്ന ക്വാണ്ടം നമ്പർ ആണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. So it gives the orientation of electron around the nucleus. ന്യൂക്ലിയസിന് ചുറ്റും ഏത് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നത് എന്ന് പറഞ്ഞു തരുന്ന ക്വാണ്ടം നമ്പർ ആണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറുടെ വിലകൾ -L, 0, +L ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. അതായത് ഇപ്പൊ എല്ല് 0 ആണ് വരുന്നതെങ്കിൽ എമ്മിന്റെ വാല്യൂ 0 തന്നെയായിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. എല്ലിന്റെ വാല്യൂ 1 ആണ് വരുന്നതെങ്കിലോ -L മുതൽ +L വരെയാണ് എമ്മിന്റെ വിലകൾ വരുന്നത്. അതായത് എല്ലിന്റെ വാല്യൂ 1 ആണ് വരുന്നതെങ്കിൽ -1 മുതൽ +1 വരെ, -1 മുതൽ +1 വരെ എന്ന് വെച്ചാൽ -1, 0, +1, ഈ 3 വിലകളാണ് എൽ വില 1 ആയാൽ വരുന്നത്. എൽ വില 2 ആയാൽ വരുന്നതോ എം ഈസ് ഈക്വൽ ടു -2 മുതൽ +2 വരെ, -2, -1, 0, +1 ആൻഡ് +2. എല്ലിന്റെ വില 3 വന്നാൽ വരുന്നതോ, എല്ലിന്റെ വില 3 വന്നാൽ വരുന്നത് എം ഈസ് ഈക്വൽ ടു -3 മുതൽ +3 വരെ, -3, -2, -1, 0, +1, +2, +3. ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? എൽ ഈസ് ഈക്വൽ ടു 0 മുതൽ എസ് സബ്ഷെൽ അല്ലേ, എസ് സബ്ഷെല്ല് ഒരേ ഒരാളെ ഉള്ളൂ. എൽ ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ പി സബ്ഷെൽ അല്ലേ, പി സബ്ഷെല്ല് 3 ആൾക്കാരുണ്ട്, പി എക്സ്, പി വൈ ആൻഡ് പി സെഡ്. എൽ ഈസ് ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ ഡി സബ്ഷെൽ അല്ലേ, ഡി സബ്ഷെല്ല് 1, 2, 3, 4, 5 ആൾക്കാരുണ്ട്, ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ, അങ്ങനെ 5 ഡി സബ്ഷെൽ ഉണ്ട്. എഫ് സബ്ഷെല്ലാണ് എൽ ഈസ് ഈക്വൽ ടു 3, എഫ് സബ്ഷെൽ 7 ടൈപ്പ് ഉണ്ട്, അതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഏത് സബ്ഷെല്ലിൽ ഏത് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും എക്സ് ആക്സിസിൽ കൂടിയാണോ ഇലക്ട്രോൺ കറങ്ങുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും വൈ ആക്സിസിൽ കൂടിയാണോ ഇലക്ട്രോൺ കറങ്ങുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും എക്സിനും വൈക്കും ഇടയിൽ കൂടിയാണോ ഇലക്ട്രോൺ കറങ്ങുന്നത്? ഏത് ആക്സിസുകൾക്കിടയിൽ കൂടിയാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്, അല്ലെങ്കിൽ ഏത് ആക്സിസിൽ കൂടിയാണ് ഇലക്ട്രോൺ കറങ്ങുന്നത് എന്ന് പറഞ്ഞു തരുന്ന ക്വാണ്ടം നമ്പർ ആണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അടുത്ത സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങാറുണ്ട്, അതേപോലെ ഭൂമി അതിനെ തന്നെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. റെവല്യൂഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്, അല്ലെ? അതേപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്, അതേ സമയത്ത് ഇലക്ട്രോൺ അതിനെ തന്നെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ തന്നെ ആക്സിസിലുള്ള റൊട്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ അതിനെ തന്നെ ആക്സിസിൽ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ സ്പിൻ മോഷൻ എന്ന് വിളിക്കുന്നു.
ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഒന്നുകിൽ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് സ്പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ചെയ്യാം. റൊട്ടേഷൻ എന്ന് പറയുന്ന വാക്കിന് പകരം നമ്മൾ സ്പിൻ മോഷൻ അല്ലെങ്കിൽ സ്പിന്നിങ് എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോൺ അതിന്റെ തന്നെ ആക്സിസിൽ ഇരുന്ന് കറങ്ങുന്നതിനെ നമ്മൾ സ്പിൻ മോഷൻ എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണിന് ക്ലോക്ക് വൈസ് സ്പിന്നിങ് ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് സ്പിന്നിങ് ഉണ്ട്. ക്ലോക്ക് വൈസ് സ്പിന്നിങ് ആണെങ്കിൽ എസ് ഇസ് ഇക്വൽ ടു പ്ലസ് ഹാഫ്, ആന്റി ക്ലോക്ക് വൈസ് സ്പിന്നിങ് ആണെങ്കിൽ എസ് ഇസ് ഇക്വൽ ടു മൈനസ് ഹാഫും ആയിരിക്കും. അപ്പോ സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂസ് 2 വരത്തുള്ളൂ. എസ് ഇക്വൽ ടു പ്ലസ് ഹാഫ്, എസ് ഇക്വൽ ടു മൈനസ് ഹാഫ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ 3p എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ ക്വാണ്ടം നമ്പർ വിലകൾ എഴുതുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വളരെ സിമ്പിൾ ആണ്. നോക്കുക, സൈഡിലത്തെ നമ്പർ എത്രയാണ്? 3. അപ്പോൾ n ഈസ് ഇക്വൽ ടു 3. സിമ്പിൾ. l ഈസ് ഇക്വൽ ടു എത്ര? p സബ്ഷനിലല്ലേ തന്നിരിക്കുന്നത്. 0 വന്നു കഴിഞ്ഞാൽ s, എല്ലിന്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ s, 1 വന്നു കഴിഞ്ഞാൽ p, 2 വന്നു കഴിഞ്ഞാൽ d, 3 വന്നു കഴിഞ്ഞാൽ f. സോ ഇവിടെ p ആണ് തന്നിരിക്കുന്നത്. p ആണെങ്കിൽ എല്ലിന്റെ വില എത്ര എടുക്കണം? 1 എടുക്കണം. l ഈസ് ഇക്വൽ ടു 1 എടുക്കണം. എല്ലിന്റെ വില അനുസരിച്ചാണ് m എഴുതുന്നത്. l 1 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ -1 മുതൽ +1 വരെ. -1, 0, +1. എസിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഹാഫ്. പ്ലസ് ഹാഫും വരാം, മൈനസ് ഹാഫും വരാം. ഇനി 3d ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ വിലകൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? n ഈസ് ഇക്വൽ ടു സൈഡിലത്തെ നമ്പർ എത്ര? 3. l ഈസ് ഇക്വൽ ടു d സബ്ഷൽ അല്ലേ, d സബ്ഷൽ ആകുമ്പോൾ എല്ലിന്റെ വാല്യൂ 2. m ഈസ് ഇക്വൽ ടു എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ m ഈസ് ഇക്വൽ ടു -2 മുതൽ +2 വരെ. -2, -1, 0, +1 ആൻഡ് +2. s ഈസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫ്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതെങ്കിലും ഒരു ഓർബിറ്റിൽ തന്നിട്ട് അതിന്റെ ക്വാണ്ടം നമ്പർ വിലകളെല്ലാം എഴുതുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും n ഈസ് ഇക്വൽ ടു 3, l ഈസ് ഇക്വൽ ടു 2, m ഈസ് ഇക്വൽ ടു 0, s ഈസ് ഇക്വൽ ടു -1. ഈ ക്വാണ്ടം നമ്പർ വിലകൾ സെയിം ആണോ, അല്ലെങ്കിൽ ഈ ക്വാണ്ടം നമ്പർ വിലകൾ പോസിബിൾ ആണോ, ഈ ക്വാണ്ടം നമ്പർ വാല്യൂസ് പോസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെയാണ് നോക്കേണ്ടത്. n ഈക്വൽ ടു 3 വരുന്നു. n ഈക്വൽ ടു 3 വന്നാൽ എല്ലിന്റെ വാല്യൂ അതിനേക്കാളും 1 കുറവ് വരെ വരാം. അതായത് n ഈക്വൽ ടു 4 ആണ് വരുന്നതെങ്കിൽ എല്ലിന്റെ വാല്യൂ 3 വരെ വരാം. 0 മുതൽ 3 വരെ വരാം. n ഈസ് ഈക്വൽ ടു 5 എന്നാണ് വരുന്നതെങ്കിൽ എല്ലിന്റെ വാല്യൂ 0 മുതൽ 4 വരെ വരാം. അപ്പൊ n ഈസ് ഈക്വൽ ടു 3 എന്നാണ് വരുന്നതെങ്കിൽ എല്ലിന്റെ വാല്യൂ ഏതൊക്കെ വരാം? 0 മുതൽ ഇതിനേക്കാളും 1 കുറവ് വരെ 2 വരെ വരാം. 0, 1, 2 അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെ, ഇവിടെ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 2 ആണ് വരുന്നതെങ്കിൽ എല്ലിന്റെ വാല്യൂസിനനുസരിച്ച് m എഴുതുന്നത്, n-നുസരിച്ച് l എഴുതും, l-നുസരിച്ചാണ് m എഴുതുന്നത്. എസിന്റെ വാല്യൂ അങ്ങനെ ആരും ഡിപ്പെൻഡ് ചെയ്തൊന്നും അല്ല നമ്മൾ എഴുതുന്നത്. അപ്പൊ n-ന്റെ വില 3 ആണെങ്കിൽ n-നേക്കാളും 1 കുറവ് വരെ l വരാം. അതായത് n 3 ആണെങ്കിൽ l ഈസ് ഇക്വൽ ടു ഏത് വരെ വരാം? 2 വരെ വരാം. 0 വരാം, 1 വരാം, 2 വരെ. ഏതെങ്കിലും ഒരു വാല്യൂ ആണ് ഇവിടെ ഉള്ളത് നോക്കുക. അതെ, 2 ആണുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആണ്. l ഈസ് ഇക്വൽ ടു 2 ആണെങ്കിൽ m-ന്റെ വാല്യൂ മൈനസ് മുതൽ പ്ലസ് വരെ. അതായത് l 2 ആണെങ്കിൽ -2 മുതൽ +2 വരെയുള്ള എല്ലാ വാല്യൂസും വരും. -2, -1, 0, +1, +2 ഈ വാല്യൂസ് എല്ലാം വരും. നോക്കി, ഇവിടെ 0 അല്ലേ ഉള്ളത്, ഈ 0 ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതൊക്കെയാണ്. പക്ഷെ എസിന്റെ വാല്യൂ ഒന്നുകിൽ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്. ഇവിടെ ഉള്ളത് എത്രയാണ്? -1 ആണ്. -1 എന്ന് പറയുന്നത് എന്തല്ല? പോസിബിൾ അല്ല. ക്ലിയർ ആണ്? അപ്പൊ ഈ ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ വാല്യൂ തെറ്റാണെങ്കിൽ ആ ക്വാണ്ടം നമ്പേഴ്സ് പോസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ, n ഈസ് ഇക്വൽ ടു 3, l ഈസ് ഇക്വൽ ടു 4, m ഈസ് ഇക്വൽ ടു 0, s ഈസ് ഇക്വൽ ടു -1. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ഈ ക്വാണ്ടം നമ്പർ വാല്യൂസ് പോസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക്, n ഈസ് ഇക്വൽ ടു 3 ആണെങ്കിൽ എല്ലിന്റെ വില n-നേക്കാളും 1 കുറവ് വരെ വരും എന്നാ പറഞ്ഞത്. 3 ആണെങ്കിൽ 3-യേക്കാളും 1 കുറവ്. 3-യേക്കാളും 1 കുറവ് എന്ന് പറയുമ്പോൾ എത്ര വരും? 2 വരെ വരും. അതായത് 0 വരാം, 1 വരാം, 2 വരാം. 0-യോ 1-ഓ 2-ഓ മാത്രമേ എല്ലിന്റെ വിലകളായി വരൂ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? l ഈസ് ഇക്വൽ ടു 4 ആണ്. പിന്നെ നമുക്ക് ബാക്കി മുന്നോട്ട് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ l ഈസ് ഇക്വൽ ടു 4 ആണ് കിട്ടിയത്, എഴുതിയിരിക്കുന്നത്. l ഈസ് ഇക്വൽ ടു 4 വരത്തില്ല. ഒന്നെങ്കിൽ 0, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2. ഇതിലേതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ 0-യും 1-ഉം 2-ഉം അല്ല, ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? 4 എന്ന് പറയുന്ന നമ്പർ ആണ്. സോ ഈ 4 ക്വാണ്ടം നമ്പർ വാല്യൂസും എന്തല്ല? പോസിബിൾ അല്ല. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനെ ക്വാണ്ടം നമ്പർ വാല്യൂസ് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിക്കും. ഇനി ഉറപ്പായിട്ട് ചോദിക്കുന്ന, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് ആഫ്ബാ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാവും. ആദ്യം നമുക്ക് ആഫ്ബാ പ്രിൻസിപ്പിൾ എന്താ നോക്കാം. ആഫ്ബാ പ്രിൻസിപ്പിൾ പറയുന്നത് എങ്ങനെയാണ്? എനർജി കൂടി വരുന്ന ഓർഡറിലാണ് ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ നിറയുന്നത്. അതായത്
1s ഫുൾ ആയിട്ട് ഇലക്ട്രോൺ കയറിയിട്ട് 2s പോകത്തുള്ളൂ. 2s ഇലക്ട്രോൺ കയറിയിട്ട് 2p പോകത്തുള്ളൂ. 2p കയറിയിട്ട് 3s പോകത്തുള്ളൂ. 3s ഫുൾ ഇലക്ട്രോൺ കയറിയിട്ട് 3p പോകും. 3p ഫുൾ ഇലക്ട്രോൺ കയറിയിട്ട് 4s അത് കഴിഞ്ഞ് 3d ഇലക്ട്രോൺ പോകും. അതായത് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്ന ഒരു പ്രത്യേക ഓർഡറിലാണ്, എനർജി കൂടി വരുന്ന ഓർഡറിലാണ് സബ്ഷെല്ലിൽ ഇലക്ട്രോൺ നിറയുന്നത് എന്ന് പറയുന്ന നിയമമാണ് ഏത് പ്രിൻസിപ്പിൾ? ഓഫ്-പാ പ്രിൻസിപ്പിൾ. ഓഫ്-പാ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ അറ്റോമിക് ഓർബിറ്റൽ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി വാല്യൂസ്. അറ്റോമിക് ഓർബിറ്റലുകളുടെ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകൾ നിറയുന്നത് എന്ന് പറയുന്ന നിയമമാണ് ഏത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഓഫ്-പാ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓഫ്-പാ പ്രിൻസിപ്പിൾ അതിനുള്ളിൽ രണ്ട് ഉപനിയമങ്ങൾ, രണ്ട് സബ് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂള് n+l വാല്യൂ ഇൻക്രീസിംഗ് ഓർഡറിലാണ്, n+l വാല്യൂടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇലക്ട്രോൺ നിറയുന്നത്. രണ്ടാമത്തെ റൂള് രണ്ട് ഓർബിറ്റലുകൾക്ക് സെയിം n+l വാല്യൂ ആണെങ്കിൽ n വാല്യൂ ലെസ് ആയിട്ടുള്ളതിനാണ് ആദ്യം ഇലക്ട്രോൺ കയറുന്നത്. അപ്പൊ ഓഫ്-പാ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഇലക്ട്രോണുകൾ നിറയുന്ന എനർജി കൂടി വരുന്ന ഓർഡറിലാണ്. അതിൽ രണ്ട് ഉപനിയമങ്ങൾ, രണ്ട് സബ് റൂൾസ് ഉണ്ട്. ഒന്ന് n+l വാല്യൂ കൂടി വരുന്ന ഓർഡറിലാണ് ഇലക്ട്രോൺ നിറയുന്നത്. രണ്ട് ഓർബിറ്റലുകൾക്ക് സെയിം n+l വാല്യൂ ഉണ്ടെങ്കിൽ ആദ്യം n വാല്യൂ കുറഞ്ഞതിൽ ഇലക്ട്രോൺ കയറിയിട്ട് ബാക്കിയുള്ള ഓർബിറ്റലുകളിലേക്ക് ഇലക്ട്രോൺ പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. 1s ഉം 2s എടുക്കുകയാണ്. 1s ഉം 2s, n, l, n+l. 1s സൈഡിലത്തെ നമ്പറാണ് n, 1. s ഓർബിറ്റലാകുമ്പോൾ l വാല്യൂ 0, n+l ആകുമ്പോൾ 1+0 1. ഇവിടെയും n വാല്യൂ 2, s ഓർബിറ്റലിലെ l വാല്യൂ 0 ആണ്, 2+0 2. ഓക്കെ, n+l വാല്യൂ 1sന്റെ n+l വാല്യൂ 1 ആണ്, 2sന്റെ n+l വാല്യൂ 2 ആണ്. ഇതിൽ ഏതാണ് ചെറുത്? 1 ആണ് ചെറുത്, അല്ലെ? n+l വാല്യൂ ചെറുത് 1 ആണ്, അത് വരുന്നത് 1s-നാണ്. അതായത് 1s-ലാണ് ആദ്യം ഇലക്ട്രോൺ കയറുന്നത്, അത് കഴിഞ്ഞിട്ട് 2s-ലോട്ട് പോകത്തുള്ളൂ. കാരണം 1sന്റെ n+l വാല്യൂ 1 ആണ്, 2sന്റെ n+l വാല്യൂ 2 ആണ്. അപ്പൊ 1s ഇലക്ട്രോൺ കയറിയതിനു ശേഷം മാത്രമേ 2s-ലോട്ട് കയറത്തുള്ളൂ. ഒരു ഓർബിറ്റൽ n+l വാല്യൂ കുറഞ്ഞതിൽ ഇലക്ട്രോൺ കയറിയിട്ട് n+l വാല്യൂ കൂടുതലോട്ട് ഇലക്ട്രോൺ പോകത്തുള്ളൂ എന്ന് പറയുന്ന നിയമമാണ് ഓഫ്-പാ പ്രിൻസിപ്പിൾ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണ്, 1s ഇലക്ട്രോൺ ആദ്യം കയറിയിട്ടേ 2s-ലോട്ട് പോകത്തുള്ളൂ, എന്താണ് കാര്യം? അപ്പൊ നിങ്ങൾ ഉടനെ 1s എനർജി കുറവാണ്, 2s എനർജി കൂടുതലാണ്, അത് എഴുതാം. പക്ഷെ അതല്ല ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എന്താണ്? 1s n+l വാല്യൂ കുറവാണ്, 2s n+l വാല്യൂ കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ റൂൾ എന്താണ്? n+l വാല്യൂ രണ്ടെണ്ണത്തിന് സെയിം ആയി വന്നാൽ, രണ്ട് ഓർബിറ്റലുകൾക്ക് സെയിം n+l വാല്യൂ വന്നു കഴിഞ്ഞാൽ n വില കുറഞ്ഞതിൽ ഇലക്ട്രോൺ പോകണം. നമുക്ക് 2p-യും 3s നോക്കാം. 2p-യുടെ n വാല്യൂ 2, 3s-ന്റെ n വാല്യൂ 3. സൈഡിലുള്ള നമ്പറാണ് n വാല്യൂ. p ഓർബിറ്റലാകുമ്പോൾ l വാല്യൂ 1, s ഓർബിറ്റലാകുമ്പോൾ l വാല്യൂ 0. 2+1 3, 3+0 3. നോക്കിയേ, രണ്ട് ഓർബിറ്റലുകൾക്ക് സെയിം n+l വാല്യൂ വരെയല്ലേ? സെയിം n+l വാല്യൂ ആണ് വരുന്നതെങ്കിൽ n വാല്യൂ കുറഞ്ഞതിലാണ് ആദ്യം ഇലക്ട്രോൺ പോകുന്നത്. അതായത് 2p-യിൽ ആദ്യം ഇലക്ട്രോൺ കയറും, അത് കഴിഞ്ഞിട്ട് ഏതിലോട്ട് പോകത്തുള്ളൂ? 3s-ലോട്ട് പോകത്തുള്ളൂ. കറക്റ്റ് അല്ലേ? 2p-യിൽ ഇലക്ട്രോൺ കയറിയിട്ട് 3s-ലോട്ട് ഇലക്ട്രോൺ പോകത്തുള്ളൂ. കാരണം 2p-ക്കും 3s-നും ഒരേ n+l വാല്യൂ ആണ് എങ്കിലും 2p-യുടെ n വാല്യൂ എന്ന് പറയുന്നത് കുറവാണ്. 2p-യുടെ n വാല്യൂ എന്ന് പറയുന്നത് കുറവാണ്. സോ n വാല്യൂ കുറഞ്ഞ 2p-യിൽ ഇലക്ട്രോൺ കയറിയിട്ട് മാത്രമേ 3s-ലോട്ട് ആര് പോകത്തുള്ളൂ? ഇലക്ട്രോൺസ് പോകത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഹൺസ് റൂൾ. ഹൺസ് റൂൾ പറയുന്നത് എല്ലാ ഓർബിറ്റലുകളിലും ഓരോ ഇലക്ട്രോണുകൾ വീതം കയറിയതിനു ശേഷം, ഒരേ എനർജിയുള്ള ഓർബിറ്റലുകൾ ആണെങ്കിൽ എല്ലാത്തിലും ഓരോ ഇലക്ട്രോണുകൾ വീതം കയറിയതിനു ശേഷം മാത്രമേ 2 ഇലക്ട്രോണുകൾ വെച്ച് നിറയത്തുള്ളൂ എന്ന് പറയുന്ന റൂളാണ് ഹൺസ് റൂൾ. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. 1s2 2s2 2p4 എന്നാണ് പറയുന്നത്. 1s എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ആണ് നമ്മൾ പറയുന്നത്, കാരണം s ഓർബിറ്റിൽ ഒരാളേ ഉള്ളൂ. അടുത്തത് s ആണ്, s ഓർബിറ്റിൽ ഒരാളേ ഉള്ളൂ, ഒരു ബോക്സ് വരും. പക്ഷെ p ഓർബിറ്റിൽ എന്ന് പറയുന്ന 3 ടൈപ്പ് ഉണ്ട്, px py pz. അപ്പൊ 2p തന്നെ 3 ബോക്സ് ആയിട്ടാണ് നമുക്ക് വരയ്ക്കാൻ, 2py 2px 2pz. ഓക്കെ, 1s-ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇലക്ട്രോൺ കാണിക്കാം. 2s-ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 2p-ൽ 4 ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 1 4. നോക്കിയേ, ഞാൻ എങ്ങനെ എഴുതിയേ? എല്ലാത്തിലും ഓരോ ഇലക്ട്രോണുകൾ വീതം കയറി, ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ വീതം കയറിയിട്ട് രണ്ടാമത് ഇലക്ട്രോൺ നടക്കും. അതായത് എല്ലാത്തിലും ഓരോ ഇലക്ട്രോണുകൾ അൺപെയറിംഗ് നടക്കുന്നു. എല്ലാത്തിലും ഓരോ ഇലക്ട്രോണുകൾ എന്ന് വെച്ചാൽ അൺപെയറിംഗ് നടക്കുന്നു. എല്ലാ ഓർബിറ്റലുകളും അൺപെയർഡ് ഇലക്ട്രോണുകൾ കൊണ്ട് നിറഞ്ഞതിന് ശേഷം മാത്രമേ പെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമുക്കിപ്പോ നിയോൺ 10-ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 1s2 2s2 2p6 എന്നാണ്. 1s എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ആയിരിക്കണം, കാരണം s ഓർബിറ്റിൽ ഒരാളേ ഉള്ളൂ. അടുത്ത 2s-ഉം s ഓർബിറ്റിൽ ആയതുകൊണ്ട് ഒരു ബോക്സേ ഉള്ളൂ. 2p എന്ന് പറയുമ്പോൾ 3 ബോക്സ് ആണ്. സോ 1s-ൽ 2 ഇലക്ട്രോൺ, 2s-ൽ 2 ഇലക്ട്രോൺ, 2p-ൽ 6 ഇലക്ട്രോൺ. 1 2 3 4 5 6. സോ നിങ്ങൾ നോക്കിയേ,
ഇവിടെ എല്ലാത്തിലും ഇവിടെ നമ്മൾ ഇലക്ട്രോണെ കൊടുത്ത് എങ്ങനെയാ എല്ലാത്തിലും ഓരോ ഇലക്ട്രോണുകൾ വീതം കൊടുത്തതിന് ശേഷമാണ് 2 ഇലക്ട്രോണുകൾ വീതം നടക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഓരോ ഇലക്ട്രോണുകൾ വീതം നിറഞ്ഞതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കൂ. Unpairing of electrons occurs in the atomic orbital before the pairing process. This is what is called Hund's rule of maximum multiplicity. അറ്റോമിക് ഓർബിറ്റലുകളിൽ ഒന്ന് വീതമുള്ള ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കത്തുള്ളൂ എന്ന് പറയുന്ന നിയമമാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇനി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണ്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർബിറ്റലുള്ള 2 ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനകത്തുള്ള 2 ഇലക്ട്രോണുകൾക്ക് ക്വാണ്ടം നമ്പർ വിലകളെല്ലാം സെയിം ആയി വരില്ല എന്ന് പറയുന്ന നിയമമാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നോ 2 ഇലക്ട്രോൺ ഇൻ ദ ആറ്റം ക്യാൻ ഹാവ് സെയിം വാല്യൂ ഫോർ ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരു വീട്ടിലുള്ള ഒരാളുടെ അഡ്രസ് എടുക്കുന്നു, ഒരു വീട്ടിലുള്ള 2 പേരുടെ അഡ്രസ് എടുക്കുന്നു. 2 പേരുടെ അഡ്രസ് ഒരേപോലെ ആയിരിക്കണം നിർബന്ധമില്ല, ഒരേപോലെ ആയിരിക്കത്തില്ല. കാരണം ഏറ്റവും മുകളിൽ എനിക്കാണ് ഒരാൾ കത്തയക്കുന്നത്, എനിക്കാണ് കത്ത് കിട്ടേണ്ടതെങ്കിൽ എന്റെ പേരാണ് ഏറ്റവും മുകളിൽ വയ്ക്കുന്നത്. വേറൊരാൾക്കാണ്, എന്റെ വീട്ടിലുള്ള വേറൊരാൾക്കാണ് കത്ത് കിട്ടേണ്ടതെങ്കിൽ അയാളുടെ പേരായിരിക്കും മുകളിൽ വയ്ക്കുന്നത്. വീട്ട് അഡ്രസ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ പേരെങ്കിലും മാറ്റമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വീട്ടിലുള്ള 2 ആൾക്കാരുടെ അഡ്രസ് ഒരേപോലെ ആയിരിക്കത്തില്ല, ഏതെങ്കിലും ഒരു ലൈനെങ്കിലും മാറ്റമായിരിക്കും. അതേപോലെ എന്താണ് ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പർ വാല്യൂസ് ആണ് N, L, M, S. ഈ N, L, M, S എന്നിങ്ങനെയുള്ള 4 വിലകൾ ഒരു ആറ്റത്തിനുള്ളിലുള്ള 2 ഇലക്ട്രോണുകൾക്ക് സെയിം ആയി വരില്ല എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3s എടുക്കുന്നു. 3sനകത്ത് 2 ഇലക്ട്രോണുകൾ എഴുതാണ്. 2 ഇലക്ട്രോൺ. അപ്പൊ ആദ്യത്തെ ഇലക്ട്രോൺ ഇതിനെ 1 കൊടുക്കുന്നു, ഇതിനെ ഞാൻ 2 കൊടുക്കുന്നു. ഒന്നാമത്തെ ഇലക്ട്രോൺ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലാണ്, സോ N = 3. ഒന്നാമത്തെ ഇലക്ട്രോൺ SF ഷെല്ലാണ്, സോ L = 0. L 0 ആണെങ്കിൽ M-ന്റെ വാല്യൂ 0 ആയിരിക്കും. S എന്ന് പറയുമ്പം ഇവിടെ ഈ ഇലക്ട്രോൺ മുകളിലോട്ടുള്ള ആരോ ആണ് കാണിക്കുന്നത്, അതായത് ക്ലോക്ക് വൈസ് സ്പിന്നിങ് ആണ്. അപ്പൊ S = +12 ആണ്. ഇനി രണ്ടാമത്തെ ഇലക്ട്രോൺ നിങ്ങൾ നോക്കി, രണ്ടാമത്തെ ഇലക്ട്രോണും മൂന്നാമത്തെ ഷെല്ലാണ്, L = 3. രണ്ടാമത്തെ ഇലക്ട്രോൺ SF ഷെല്ലാണ്, L = 0. L 0 ആണെങ്കിൽ M 0, S-ന്റെ വാല്യൂ താഴോട്ടാണ് ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് S-ന്റെ വാല്യൂ -12 ആയിരിക്കും. നോക്കിയേ, ഈ 2 ഇലക്ട്രോണിനും N, L, M സെയിം ആണ്, പക്ഷെ S വില ഡിഫറന്റ് ആണ്. അപ്പൊ 3 വിലകൾ സെയിം ആയി, 4ാമത്തെ വില ഡിഫറന്റ് ആയി മാറി. അതാണ് ഞാൻ പറഞ്ഞത്, 4 ക്വാണ്ടം നമ്പർ വിലകളും ഒരു ഇലക്ട്രോണിനും സെയിം ആയി വരാനുള്ള സാധ്യത ഇല്ല. ഇതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അടുത്ത ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് നമുക്ക് പഠിക്കുന്നത്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് വെർണർ ഹൈസൻബർഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ നിയമം കണ്ടുപിടിക്കുന്നത്. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളുമായി മാത്രം ബന്ധപ്പെട്ട് പറയുന്ന ഒരു നിയമമാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ ഈ പൊസിഷനും മൊമെന്റും നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. The position and momentum of a microscopic particle cannot be determined simultaneously with accuracy. ഒരു പാർട്ടിക്കിളിന്റെ മൈക്രോസ്കോപ്പ് വഴി മാത്രം കാണാൻ കഴിയുന്ന പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും അല്ലെങ്കിൽ പൊസിഷനും വെലോസിറ്റി നമുക്ക് ഒരുമിച്ച് കൃത്യതയോടുകൂടി കണ്ടുപിടിക്കാനായി സാധിക്കത്തില്ല. The position and momentum of a microscopic particle cannot be determined simultaneously with accuracy. പൊസിഷനും മൊമെന്റവും ഒരു ഇലക്ട്രോണിന്റെ ആക്യുറസിയോടുകൂടി കൃത്യതയോടുകൂടി കണ്ടുപിടിക്കാനായി സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു നിയമമാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്കതിനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. Δx × Δp > h/4π അല്ലെങ്കിൽ Δx × Δv > h/4πm. എന്താണ് ഈ Δx? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, പൊസിഷനിലുള്ള ഉറപ്പില്ലായ്മ. Δp എന്താണ്? അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം, മൊമെന്റത്തിലുള്ള ഉറപ്പില്ലായ്മ. Δx എന്താണ്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. Δv അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയിലുള്ള ഉറപ്പില്ലായ്മ, പൊസിഷനിലുള്ള ഉറപ്പില്ലായ്മ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Δx, Δp, Δv ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഓർത്തോളുക. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, the position and momentum of a microscopic particle cannot be determined simultaneously. പക്ഷേ ഈ നിയമം മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. മാക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകൾക്ക് ഈ നിയമം അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം മാക്രോസ്കോപ്പിൽ നിന്ന് വലിയ പാർട്ടിക്കിൾസ് ആണ്, അവയുടെ പൊസിഷനും മൊമെന്റും നമുക്ക് വളരെ കൃത്യതയോടുകൂടി ഒരുമിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയേണ്ട കാര്യം. ഇനി ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത് മാറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ തന്നെ എടുക്കുക. ഇലക്ട്രോൺസ് ആർ ഫോം ഓഫ് മാറ്റർ. ഇരിക്കാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള ഭാരമുള്ള എല്ലാ വസ്തുക്കളെയും മാറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഇസ് ആൾസോ എ ഫോം ഓഫ് മാറ്റർ. ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിൾ ആണ്, പാർട്ടിക്കിൾ നാച്ചർ ആണ്.
ഇലക്ട്രോൺസിന് പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്. അത് മാത്രമല്ല ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത് ഇങ്ങനെ സർക്കുലർ മോഷനിലാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇലക്ട്രോണുകൾ കറങ്ങുന്നത് എപ്പോഴും ഇങ്ങനെയാണ്, ഇങ്ങനെ വേവിന്റെ രൂപത്തിലാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുന്നത് വേവിന്റെ രൂപത്തിലാണെങ്കിൽ ആ വേവിന്റെ അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലോ ട്രഫുകൾ തമ്മിലോ ഉള്ള ദൂരത്തിനെ ലാംഡ എന്ന് വിളിക്കണം. ഒരു ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന വേവിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേവ്, അതിനെ മാറ്റർ വേവ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വേവ് എന്നൊക്കെ വിളിക്കാം. ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേവ്, ആ വേവിന്റെ വേവ് ലെങ്തിനെ ലാംഡ ഇസ് ഈക്വൽ ടു h/mv എന്ന് നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾ ഓർത്തോളുക, ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേവിന്റെ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു h/mv എന്ന് പറയാം. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. ഈ ലാംഡയെ വേവ് ലെങ്തിനെ ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് എന്ന് വിളിക്കും. അപ്പൊ പരീക്ഷയ്ക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി തന്നിട്ട് അതിന്റെ മാസ് തന്നിട്ട് അതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ഇലക്ട്രോണിന്റെ മാസ് ഒക്കെ പഠിച്ചു വയ്ക്കണം. 9.1 × 10⁻⁻31 കിലോഗ്രാം. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വെലോസിറ്റി അവർ പറയും. ലാംഡ എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേര് ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്നാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണ്. അപ്പൊ പാർട്ടിക്കിൾ നാച്ചർ സ്വാഭാവികമായിട്ട് അതിനുണ്ട്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വേവിന്റെ രൂപത്തിലാണ്. സോ അതിന് വേവ് നാച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്, വേവ് നാച്ചർ ഉണ്ട്. പാർട്ടിക്കിൾ നാച്ചറും വേവ് നാച്ചറും ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്ത് നാച്ചുറുള്ള പാർട്ടിക്കിൾ ആണെന്ന് പറയാം, ഡ്യുവൽ നാച്ചുറുള്ള സാധനമാണ്. ഇലക്ട്രോൺ മാത്രമല്ല, മാറ്റർ ഹാസ് ഡ്യുവൽ നാച്ചർ എന്ന് നമുക്ക് പറയാം. ഇനി അവിടെ നിന്ന് ചോദിക്കുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാണ്ടം തിയറിയാണ്. ക്വാണ്ടം തിയറി മാക്സ് പ്ലാങ്ക് ആണ് ഇത് കണ്ടുപിടിക്കുന്ന ക്വാണ്ടം തിയറി പറയുന്നത് എന്താണ്? എല്ലാ ലൈറ്റ് റേസിനും ഒരു എനർജി ഉണ്ട്, എല്ലാ റേഡിയേഷൻസിനും എനർജി ഉണ്ട്. ആ റേഡിയേഷനുകളുടെ എനർജി കൊണ്ടുവരുന്നത് പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ്. ആ ഓരോ പാക്കറ്റിനെയും നമ്മൾ എന്ന് വിളിക്കുന്നു ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോൺ എന്ന് വിളിക്കുന്നു. സോ എല്ലാ ആറ്റത്തിനുള്ളിലും എനർജി കൊണ്ടുവരുന്ന ചില പാർട്ടിക്കിളുകളുണ്ട്. ആ പാർട്ടിക്കിളുകൾ നമ്മൾ ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോൺ എന്നാണ് വിളിക്കുന്നത്. ഓരോ പാർട്ടിക്കിളുകളുടെയും എനർജി എന്ന് പറയുന്നത് ആ റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് E പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ E ഇസ് ഈക്വൽ ടു h ന്യൂ എന്നും പറയാം. ഈ രണ്ട് പോയിന്റുകളാണ് ക്വാണ്ടം തിയറിയിൽ പറയുന്നത്. എല്ലാ റേഡിയേഷനുകളിലും എനർജി കൊണ്ടുവരുന്ന ചില ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചില ചെറിയ പാർട്ടിക്കിളുകളുണ്ട്. അവയെ നമ്മൾ ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോൺ എന്ന് വിളിക്കുന്നു. ഓരോ ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ആ റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. E ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ അല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു h ന്യൂ. h എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആയി. ഇതാണ് ക്വാണ്ടം തിയറി. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആരാണ് കണ്ടുപിടിച്ചത്? ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് വെച്ചാൽ, ഒരു ആറ്റത്തിനുള്ളിലേക്ക്, ഒരു വലിയ ആറ്റത്തിനുള്ളിലേക്ക്, സീഷ്യം പോലുള്ള വലിയ ആറ്റത്തിലേക്ക് നമ്മൾ ചെറിയൊരു എനർജി ഉള്ള റേഡിയേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ആകർഷണ ബലത്തിൽ നിന്ന് പുറത്തു ചാടുകയും ആ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ സീഷ്യം പോലുള്ള വലിയ ആറ്റങ്ങളിലേക്ക് നമ്മൾ ലൈറ്റ് എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം ഓഫ് എനർജി പാസ് ചെയ്യുന്ന സമയത്ത് ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ആറ്റത്തിന് പുറത്തേക്ക് ചാടുകയും ആ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ഫിനോമിനോണിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് വിളിക്കുന്നത്. ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ നമ്മൾ ഫോട്ടോ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നു. ആ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നു. സോ ഒരു ആറ്റത്തിന്റെ ഏറ്റവും വലിയ ആറ്റങ്ങളുടെ ഏറ്റവും മുകളിലുള്ള ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണിനെ കുറച്ച് എനർജി കൊടുത്ത് ആ ഇലക്ട്രോണെ തട്ടിത്തെറിപ്പിച്ച് ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ഇലക്ട്രോണിനെ മൂവ് ചെയ്യിച്ച് അതിന്റെ ഫലമായി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. ആ ഇലക്ട്രിസിറ്റിയെ ഫോട്ടോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും. ആ വെളിയിൽ വരുന്ന ഇലക്ട്രോണുകളെ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് വിളിക്കും. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എക്സ്പ്ലനേഷൻ കൊടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണ്? വാട്ട് ഈസ് ദ എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോർ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നോബൽ സമ്മാനം കിട്ടുന്നത്. ഏതായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന എനർജി h ന്യൂ ആണെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോണിനെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി വേണ്ട എനർജി h ന്യൂ 0 ആണെന്ന് വിചാരിക്കുക. മൂവ് ചെയ്യുമ്പോൾ ഉള്ള എനർജി ½ mv², കൈനറ്റിക് എനർജി ആണെന്ന് വിചാരിക്കുക.
അതായത് നമ്മൾ എനർജി കൊടുക്കുന്നത് എനർജി Hν എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആ ഇലക്ട്രോണിനെ ആറ്റത്തിന് പുറത്ത് കൊണ്ടുവരാനും ആ ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് Hν എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു Hν0 പ്ലസ് ഹാഫ് mv² നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് ഈ ഇക്വേഷൻ ഫ്രെയിം ചെയ്തതിനാണ്, ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ നോബൽ സമ്മാനം ലഭിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ എന്താണ്? നമ്മൾ കൊടുക്കുന്ന എനർജി, നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന ആറ്റത്തിലേക്ക് കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായുള്ള ആകർഷണ ബലം അതിനെ ഇല്ലാതാക്കി പുറത്തു വരികയും ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി അത് ഇലക്ട്രോണിനെ ആറ്റത്തിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കാനും മൂവ് ചെയ്യിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് Hν = Hν0 പ്ലസ് ഹാഫ് mv² എന്ന് പറയാം. μ0 എന്ന് വെച്ചാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ്. എന്താണ് ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി? എല്ലാ ഫോം ഓഫ് എല്ലാ എനർജിയുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ എല്ലാ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷനും ആറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ വെളിയിൽ ചാടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ ആറ്റത്തിനുള്ളിലേക്ക് വന്ന് വീണാൽ മാത്രമേ ആറ്റത്തിനകത്ത് നിന്ന് ഇലക്ട്രോണുകൾ പുറത്ത് ചാടത്തുള്ളൂ. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ആ പർട്ടിക്കുലർ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ എന്താണ് ത്രെഷോൾഡ് എനർജി? ഒരു മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു മിനിമം എനർജി ആറ്റത്തിലേക്ക് കൊടുത്താൽ മാത്രമേ ആറ്റത്തിനകത്ത് നിന്ന് ഇലക്ട്രോൺ പുറത്ത് ചാടത്തുള്ളൂ. ആ മിനിമം എമൗണ്ട് ഓഫ് എനർജി നമ്മൾ വിളിക്കുന്ന പേര് ത്രെഷോൾഡ് എനർജി എന്നും ആ മിനിമം എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്ന പേര് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ മറ്റു പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും പുറത്തു വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് കൂടുതൽ ഇന്റൻസിറ്റിയിലുള്ള ഇലക്ട്രോണുകളാണ്, കൂടുതൽ ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റ് ഒരു ആറ്റത്തിനകത്തേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ആറ്റത്തിനകത്ത് നിന്ന് കൂടുതൽ ഇലക്ട്രോണുകൾ പുറത്തേക്ക് ചാടാൻ തുടങ്ങും. ദ നമ്പർ ഓഫ് electrons ejected out is directly proportional to the intensity of light falls on the atoms. Clear ആണ്? അത് മാത്രമല്ല, there is no time lag between incident of radiation and ejection of electron. അതായത് റേഡിയേഷൻ വന്ന് വീണ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ പുറത്ത് ചാടും. അല്ലാതെ അതിനിടയ്ക്ക് ടൈം ലാഗ് ഒന്നും വരുന്നില്ല. ലൈറ്റ് ഒന്ന് വീഴുന്നു, അപ്പൊ തന്നെ ഇലക്ട്രോൺ പുറത്ത് ചാടും. ഇതെല്ലാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളാണ്. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിനെ പറ്റി പരീക്ഷിക്കുക. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നറിയപ്പെടുന്ന ആറ്റം മോഡൽ ആരാണ് കൊണ്ടുവന്നത്? റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. സൂര്യന് ചുറ്റും, സോളാർ സിസ്റ്റത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ, പ്ലാനറ്റുകൾ കറങ്ങുന്നത് പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആദ്യത്തെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആണ്. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പറഞ്ഞു ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് എല്ലാം കൂടി കൂട്ടത്തോടെ കാണപ്പെടുന്ന, കോൺസെൻട്രേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ന്യൂക്ലിയസ് ആദ്യമായി കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസിനെ പറ്റിയുള്ള വ്യക്തമായ ആശയം അദ്ദേഹം പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് വഴിയാണ് പറഞ്ഞത്. ഇനി ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ്. ഇത് രണ്ടും ചേർന്ന് നിന്നാൽ മാത്രമേ ആറ്റം ആവത്തുള്ളൂ. സോ ഇവയെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന എന്തോ ഒരു ഫോഴ്സ് ന്യൂക്ലിയസിനും ഇലക്ട്രോണിനും ഇടയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ അദ്ദേഹം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിച്ചു. സോ ആറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആര് പറയണ്ടായി? റുദർഫോർഡ് പറയണ്ടായി. ആറ്റത്തിന് ഒരു സെന്റർ പാർട്ട് ഉണ്ട്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് റുദർഫോർഡ് പറഞ്ഞു. ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം പ്യൂർലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്നും ഒക്കെ അദ്ദേഹം പറയണ്ടായി. അപ്പോൾ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. പ്രോബ്ലംസ് വരും. പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഇക്വേഷൻ E = Hν വെച്ചിട്ടൊക്കെ ഉള്ള പ്രോബ്ലംസ് വരും. എനർജി കണ്ടുപിടിക്കുക. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഫ്രീക്വൻസി തന്നിരിക്കും, എനർജി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റവും ഇവിടെ അവസാനിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് 2 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ 2 ചാപ്റ്ററുകൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന പാഠവും അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററും. ആ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുണ്ടായി. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.